വിരമിക്കൽ പ്രഖ്യാപിച്ച് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്നും പ്രഖ്യാപനം. ഗുഡ് ബൈ റെസ്ലിംഗ് എന്നാണ് സമൂഹ മാധ്യമ സന്ദേശത്തോടെ പ്രഖ്യാപനം നടത്തിയത്. എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് പറഞ്ഞു. വിവരങ്ങളുമായി ശരത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശരത്, ഇന്നലെ ഏറെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു പുറത്തു വന്നത്. കാരണം 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ വിനേഷ് ഫോഗട്ടിന് മത്സരിക്കാനാവില്ല എന്ന് അറിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ ആ മെഡൽ നമുക്ക് നഷ്ടമായി എന്നറിഞ്ഞതോടുകൂടി തന്നെ ഓരോ ഭാരതീയനും ഏറെ വിഷമത്തോടു കൂടിയാണ് ആ ഒരു സന്ദർഭം നമ്മൾ നോക്കിക്കണ്ടത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിരമിക്കൽ പ്രഖ്യാപനവുമായി വിനേഷ് ഫോഗട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ദേവിക, കാരണം ഇന്നലെ നമുക്കറിയാം കായിക ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ നിരവധി സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത് ഒളിമ്പിക്സിൽ. ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 100 ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ താരത്തിന് 50 കിലോഗ്രാം റെസ്ലിംഗ് വിഭാഗത്തിൽ താരത്തിനെ അയോഗ്യയാക്കുന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ താരം അപ്പീലിനടക്കം പോകുമെന്നുള്ള വാർത്തകൾ നിലനിൽക്കെയാണ് താരം ഇപ്പോൾ അപ്രതീക്ഷിതമായൊരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. താരം തൻ്റെ സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തന്നോട് എല്ലാവരും ക്ഷമിക്കണം, തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി, അതുപോലെ തന്നെ എല്ലാവരും അതായത് ഗുസ്തിയോട് ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും ഗുസ്തിയോട് വിട പറയുകയാണെന്ന തരത്തിലൊരു വികാരനിർഭരമായ കുറിപ്പാണ് താരം പങ്കുവച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ താരം കഴിഞ്ഞ ദിവസം നടന്ന, അതായത് പ്രീ ക്വാർട്ടർ സെമി പോരാട്ടങ്ങളെല്ലാം മികച്ച പ്രകടനം നടത്തിയാണ് ഗുസ്തിയുടെ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. എന്നാൽ ഫൈനലിലെത്തിയ താരം കഴിഞ്ഞ ദിവസം നടക്കേണ്ട ഫൈനലിൽ താരത്തിന് പങ്കെടുക്കുവാൻ, അതായത് അയോഗ്യയാക്കിയതിനെ തുടർന്ന് താരത്തിന് പങ്കെടുക്കുവാൻ സാധിച്ചില്ല. താരത്തിനെ അയോഗ്യയാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നമ്മളറിയാം കായിക ലോകമടക്കം ഇന്നലെ ചർച്ച ചെയ്തത് പ്രധാനമായും വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു. അതിനു പിന്നാലെ നിരവധി വാർത്തകളും വിവരങ്ങളും ഒക്കെയാണ് അവിടെ നിന്ന് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ വിനേഷ് ഫോഗട്ട് ഇത്തരത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും താരത്തിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മെഡൽ നേടുവാൻ സാധിക്കാത്തതടക്കമുള്ള ചർച്ചകളെല്ലാം കായിക ലോകത്ത് ഇന്നലെ ഉയർന്നിരുന്നു. അതിനു പിന്നാലെ താരം വെള്ളി മെഡലിനെങ്കിലും അർഹതയുണ്ട് എന്ന തരത്തിൽ അപ്പീലിനടക്കം താരം ശ്രമിച്ചിരുന്നു. അതായത് തന്നെ അയോഗ്യയാക്കി വിധിക്കെതിരെ അപ്പീൽ വിനേഷ് ഫോഗട്ട് നൽകിയിരുന്നു. അതായത് പൂർണ്ണമായും വിനേഷ് ഫോഗട്ടിന് ഒരു മെഡൽ പോലും ലഭിക്കാതെ പൂർണ്ണമായും ഒഴിവാക്കി അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനെതിരെയാണ് താരം അപ്പീൽ നൽകിയത്. എന്നാൽ അന്തിമ വിധി ഇന്ന് വരുമെന്നിരിക്കുക. ആ അപ്പീൽ നൽകിയതിൻ്റെ അന്തിമ വിധി ഇന്ന് വരുമെന്നിരിക്കെയാണ് താരത്തിന് ഇത്തരത്തിൽ താരം ഒരു അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ 50 കിലോഗ്രാം ഗുസ്തി ഇന്ത്യൻ താരം ഫൈനലിലെത്തിയത് തന്നെ ചരിത്ര നേട്ടം തന്നെയായിരുന്നു. ആ ഒരു ചരിത്ര നേട്ടത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഭവബഹുലമായ കാര്യങ്ങൾ ഇന്നലെ ഗുസ്തിയിലും അതുപോലെ തന്നെ കായിക ലോകത്തും അരങ്ങേറിയത്. ഇത് ആദ്യമായാണ് ഇന്ത്യൻ താരത്തെ ഇത്തരത്തിൽ അയോഗ്യയാക്കുന്ന ഒരു പ്രഖ്യാപനം വരുന്നത്. അതുമാത്രമല്ല, അത് ഫൈനലിലെത്തിയ താരം കൂടിയാണ്. സ്വർണം അല്ലെങ്കിൽ വെള്ളി മെഡൽ ഉറപ്പിച്ച ഒരു മത്സരം കൂടിയായിരുന്നു. എന്നാൽ ആ ഒരു മത്സരം പോലും പങ്കെടുക്കാൻ സാധിക്കാതെയാണ് 50 കിലോഗ്രാം വിഭാഗത്തിൽ 100 ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ താരം അയോഗ്യയാക്കപ്പെട്ട് പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ താരം, നമുക്കറിയാവുന്നതുപോലെ തന്നെ താരം ആശുപത്രിയിലടക്കം താരത്തെ ഇന്നലെ പ്രവേശിപ്പിച്ചിരുന്നു. താരത്തിൻ്റെ ആരോഗ്യനില ഏതാണ്ട് ഭേദപ്പെട്ട അവസ്ഥയിലാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഭാരം നോക്കിയ സമയത്ത് തന്നെ വലിയ രീതിയിൽ തന്നെ കഠിനാധ്വാനവും വ്യായാമവും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് താരം അവശനിലയിലായതിനെ തുടർന്ന് താരത്തെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിലടക്കം പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അപ്പീലിന് താരം പോകുന്നത്. എന്നാൽ അപ്പീലിൻ്റെ വിധി ഇന്ന് വരാനിരിക്കുകയാണ്. അതായത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് എന്ന് പറയുന്ന CAS താരം അപ്പീൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ആ അപ്പീലിൽ താരം പ്രധാനമായും പറയുന്നത് തനിക്ക് വെള്ളി മെഡൽ നൽകണമെന്നാണ് വിനേഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്തിമ വിധി ഇന്ന് രാവിലെ വരും എന്നുള്ളൊരു നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താരത്തിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്, വിരമിക്കൽ പ്രഖ്യാപനം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗുസ്തിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമുള്ള വിനേഷ് ഫോഗട്ട് ഇത്തരത്തിൽ പടിയിറങ്ങുന്നത് തീർത്തും വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ താരത്തിന് 29 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഇനിയും ഗുസ്തിയിൽ അനവധി റെക്കോർഡുകൾ നേടുവാൻ സാധ്യതയുള്ള താരം കൂടിയായിരുന്നു വിനേഷ് ഫോഗട്ട്. സാധാരണയായി താരം, നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒളിമ്പിക്സിൽ താരത്തിന് യോഗ്യത ലഭിച്ചത് 50 കിലോഗ്രാം വിഭാഗത്തിലാണെങ്കിലും താരം സാധാരണയായി പങ്കെടുത്തുകൊണ്ടിരുന്നത് 53 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു. അതിലാകട്ടെ താരത്തിന് ഇത്തവണ ഒളിമ്പിക്സിൽ യോഗ്യത നേടുവാനും സാധിച്ചില്ല. എന്നാൽ 53 കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു താരം സാധാരണയായി ഒളിമ്പിക്സിൽ സാധാരണയായി മറ്റ് ഇത്തരത്തിൽ ഗുസ്തിയിൽ മത്സരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു വിഭാഗത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ താരത്തിന് അനായാസം മെഡൽ മറ്റും സ്വന്തമാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ 50 കിലോഗ്രാം വിഭാഗത്തിൽ നമുക്കറിയാവുന്ന സ്വാഭാവികമായും 53-ൽ നിന്നും 50-ലേക്ക് താരം വെയിറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അത് ആ ഒരു വെയിറ്റ് നിലനിർത്തുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഒളിമ്പിക് അസോസിയേഷനും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 ഗ്രാമിൽ 1 ഗ്രാമെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അയോഗ്യയാക്കപ്പെടും എന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒളിമ്പിക് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് താരത്തെ അയോഗ്യയാക്കിയതും. അയോഗ്യയാക്കിയ തീരുമാനത്തിലൊന്നും യാതൊരു തെറ്റുകളോ തിരുത്തലുകളോ ഇല്ലെങ്കിൽ കൂടിയും
താരത്തിൻ്റെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഏതിൻ്റെ ആയാലും കായിക ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും എല്ലാം സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുള്ള താരമാണ് വിനേഷ് ഫോഗട്ട്. ലോക ചാമ്പ്യൻഷിപ്പിലാകട്ടെ 2 വെങ്കല മെഡലും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിലേക്ക് വന്നാൽ 1 സ്വർണവും 1 വെങ്കലവും താരം സ്വന്തമാക്കിയപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണ്ണമാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാകട്ടെ 1 സ്വർണവും 3 വെള്ളിയും 4 വെങ്കലവും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി റെക്കോർഡുകളും നിരവധി മെഡലുകളും സ്വന്തമാക്കിയ താരമാണ്. താരത്തിന് ഇനിയും തൻ്റെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യത നിലനിൽക്കുകയാണ് താരത്തിൻ്റെ ഒരു അപ്രഖ്യാപിത വിരമിക്കൽ പ്രഖ്യാപനം, ഒരു അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ താരത്തിന് ഇനിയും അനവധി റെക്കോർഡുകൾ സ്വന്തമാക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സ് താരം 29 വയസ്സ് മാത്രമാണ് താരത്തിന് ഉള്ളത്. അതിനാൽ തന്നെ താരത്തിന് ഇനിയും സാധാരണ ഒരു ഗുസ്തി താരത്തെ സംബന്ധിച്ചിടത്തോളം 30 മുതൽ 35 വയസ്സ് വരെ താരത്തിന് ഇനിയും ഗുസ്തി മത്സരങ്ങളിലും മറ്റും പങ്കെടുക്കാനുള്ള ഒരു ഫിസിക്കും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും താരത്തിൻ്റെ മനസ്സ് വേദനിച്ചു എന്നുള്ള തരത്തിലാണ് താരം ആ ഒരു ട്വീറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. താരത്തിൻ്റെ ഇനി ഗുസ്തിയോട് വിട പറയുകയാണെന്നുള്ളൊരു പ്രഖ്യാപനമാണ് താരം പറഞ്ഞിട്ടുള്ളത്. സ്വപ്നങ്ങൾ തകർന്നുവെന്നും തന്നെ പിന്തുണച്ച എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നുള്ള രീതിയിലാണ് താരത്തിൻ്റെ ഒരു വികാര നിർഭരമായ ഒരു കുറിപ്പ് വന്നിരിക്കുന്നത്. നമുക്കറിയാം താരത്തെ ഒരു തരത്തിലും ഇന്ത്യൻ ആരാധകർ വെറുക്കുകയോ അതായത് ക്ഷമിക്കും എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം വിനേഷ് ഫോഗട്ട് അത്രത്തോളം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ അവരുടെ ആ കുറിപ്പിനെ അക്ഷരാർത്ഥത്തിൽ മികച്ച പിന്തുണയാണ് ഇപ്പോൾ ട്വിറ്റിൽ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒട്ടനവധി കായിക താരങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ ആരാധകരും ഗുസ്തി താരങ്ങളും എല്ലാം താരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ട്വിറ്റും അതുപോലെ തന്നെ സന്ദേശങ്ങളും എല്ലാം അറിയിക്കുന്നുണ്ട്. താരത്തിൻ്റെ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം ഏത് തന്നെയായാലും ഇന്നും കായിക ലോകത്തെ വീണ്ടും ഒരു ചർച്ചയായി തന്നെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്, തൻ്റെ അയോഗ്യയാക്കപ്പെട്ട പ്രഖ്യാപനവും ഇന്നലെ കായിക ലോകത്തെ പിടിച്ചു കുലുക്കിയൊരു വാർത്ത തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് താരത്തിൻ്റെ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം കൂടി, വിരമിക്കൽ പ്രഖ്യാപനം കൂടി വന്നിട്ടുള്ളത്. എന്തിനായാലും കായിക ലോകത്തെ ഈ ഒരു ചർച്ച ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കായിക ലോകത്തിന്, അതായത് ഇന്ത്യൻ ഗുസ്തിക്ക് ഇനി നഷ്ടമാകുന്നത് ഏതായാലും വരുന്ന ഒളിമ്പിക്സിലും വരുന്ന മറ്റ് ഗെയിംസിലും എല്ലാം സ്വർണ്ണ മെഡൽ പ്രതീക്ഷയായിരുന്ന വിനേഷ് ഫോഗട്ടിന് തന്നെയാണ്. താരം ഈ ഒരു പ്രഖ്യാപനത്തിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കിനി നോക്കി തന്നെ അറിയണം. ദേവിക.